കുറച്ചധികം ദിവസത്തെ അവധിക്ക് ശേഷം ഞാനിന്ന് തിരിച്ച് ഹോസ്റ്റലിൽ പോവാട്ടോ. രാവിലെയുള്ള ട്രെയിൻ ആയതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിച്ചിറങ്ങാൻ മടിയാ. ഞാൻ കസ്റ്റേർഡ് ഉണ്ടാക്കി, അമ്മയാണെ കഞ്ഞി അച്ചാറ് മുട്ട ഒരിച്ചതുണ്ടാക്കി. എല്ലാത്തിനും ഇച്ചിരി ഇച്ചിരി കഴിച്ചിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും വലിയ സങ്കടം എൻ്റെ കുഞ്ഞിയുടെ അടുത്ത് ബായി പറയാന്നുള്ളതാണ്. ഞാൻ പോകുമ്പോൾ അവൾ എൻ്റെ പിന്നാലെ ഓടി വരും, ഓടി വന്ന് എൻ്റെ ഫ്രണ്ടിൽ അങ്ങ് വന്ന് കിടക്കും. ഈ ഒരു കാരണം കൊണ്ട് 2 തവണയൊക്കെ ഞാൻ ഇന്നത്തെ പോക്ക് നാളേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ കഷ്ടപ്പെട്ട് അവളുടെ അടുത്ത് ബായും പറഞ്ഞ് ഞാൻ ഇറങ്ങി. അമ്മ റെയിൽവേ സ്റ്റേഷൻ വരെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ട്രെയിൻ കയറ്റി വിടാനായിട്ട്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ ആലുവയിലെത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, ഉച്ചയായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ സാഗർ ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചു. എപ്പോഴും ഞാൻ ഈ ഒരു അവസ്ഥയിൽ അവിടെ നിന്ന് ബിരിയാണി കഴിക്കാറില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് തോന്നും. അങ്ങനെ കോളേജിലേക്കുള്ള യാത്രയിൽ ഈ വീട് കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ പേളിച്ചേച്ചിയുടെ വീടാണ്. പിന്നെ പോകുന്ന വഴിയിൽ ചേട്ടൻ്റെ ഇടുന്നൊരു ബുക്ക് കളക്ട് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ ഇത് രാത്രിയിലെ ഹോസ്റ്റലിലെ ഫുഡാട്ടോ. പപ്പടവും ചോറും സാമ്പാറും ക്യാബേജ് ഉപ്പേരി 2 തരം അച്ചാറും. ഇതിലെ മാങ്ങച്ചാറ് ഞാൻ വീട്ടിൽ നിന്ന് തുറന്നിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഹോസ്റ്റൽ വിശേഷങ്ങൾ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്കിനെ മറക്കല്ലേ.